ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്ത വീഡിയോ ആണിത്. റെസ്ക്യൂ ആണ്. പിന്നെ ഇതിന് പയ്യന്നൂർ ഭാഗത്ത് ഈ വീഡിയോ ഞാനിപ്പോൾ ഇടാൻ കാരണം പയ്യന്നൂർ ഭാഗത്ത് ഇന്നലെ എനിക്കൊരു കോള് വന്നിരുന്നു. പയ്യന്നൂർ ഭാഗത്തുനിന്ന് വെട്ടുകൊണ്ട നിലയിൽ ഇത് 4ാമത്തെ ഡോഗാണ്. ബാക്കിയുള്ളതിന് നമ്മൾ മരുന്ന് വെച്ച് വിടാൻ പറ്റും, ഒന്നിനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതിനെ കിട്ടുന്നില്ലായിരുന്നു, ഒന്ന് മരിച്ചുപോയി. അങ്ങനെയൊക്കെ കേസുണ്ടായിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. തെരുവ് നായകൾക്ക് ഇങ്ങനെ വെട്ടേൽക്കുന്നത്. ഇനി അന്യസംസ്ഥാന തൊഴിലാളികളാണോ, ഇനി ഇവരെ തിന്നുന്ന ആൾക്കാരുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. പിന്നെ പിന്നെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഞാനും ഹരിസാറും കൂടെയാണ് കേസ് അറ്റൻഡ് ചെയ്തത്. ഇതിന് മരുന്നൊക്കെ വെച്ച് മുറിവൊക്കെ ഉണങ്ങി നമ്മളിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് രാത്രിയിൽ ഒരുപാട് പുഴു എന്ന് പറഞ്ഞാൽ തല നിറച്ചും പുഴുവായിരുന്നു. ഞങ്ങൾ സ്പ്രേ എല്ലാം അടിച്ച് പകുതി എടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള കാര്യമെന്ന് നമുക്കറിയത്തില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും. ഞാൻ ഒരുപാടൊന്നും ഫണ്ടപ്പിയിലിടാറില്ല. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹരിസാറാണ് പരമാവധി സഹായിക്കുന്നത്. പിന്നെ എന്നെ കുറച്ച് സഹായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും എപ്പോഴും ഒന്നും ചോദിക്കാറില്ല. അടിയന്തര ഘട്ടത്തിൽ മാത്രമേ ചോദിക്കാനുള്ളൂ. എനിക്കും പറ്റുന്നില്ല, ഹരിസാറിനെ കൊണ്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ചോദിക്കാറുള്ളൂ. ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ എന്തൊക്കെയോ തിരക്കിലൊക്കെ ആയിരുന്നു. നമ്മുടെ കുട്ടികളെ നമുക്ക് നോക്കണമല്ലോ. വീട്ടിൽ 10-25 പേരുണ്ട്, അവരെ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതിലും എൻ്റെ തിരക്കിലൊക്കെ പോണ്ട്. റെസ്ക്യൂ ഒരുപാട് വരുന്നുണ്ട്. നമ്മളെ എടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ കൊണ്ടു തള്ളുന്നുണ്ട്. ബ്രീഡിനത്തിനെയാണ് കൂടുതലും കൊണ്ടിളക്കുന്നത്. അപ്പം നമുക്ക് പാവം ഈ നാടൻ തെരുവ് നായകളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു വഴിയും തെളിയുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഇപ്പം വീട്ടിൽ 22 പേരുണ്ട്. അവരെ നമ്മൾ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. അവർക്ക് നമുക്കൊരു മതിലൊക്കെ കെട്ടിയിട്ട് അവരെ തുറന്നു വിടാനുള്ള സംവിധാനമൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ. താങ്ക് യു.